യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 8-ാം തിരുവചനം. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടു കൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയുംക്കാൾ കീർത്തിമാനാക്കും. ദൈവമായ കർത്താവ് നമ്മളോട് അരുളിച്ചെയ്യുകയാണ്, നീ ഓരോ ദിവസവും ഓരോ നിമിഷവും എവിടെയെല്ലാം പോയോ, എവിടെയെല്ലാം നീ പോകുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിനക്കെതിരെ വന്നുകൊണ്ടിരുന്ന എല്ലാ ശത്രുക്കളെയും ഞാൻ മുന്നിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരുന്നു. പിന്നെ ദൈവം ഏറ്റവും വലിയൊരു വാഗ്ദാനം തരികയാണ്, നിന്നെ ഞാൻ ഭൂമിയിലെ എല്ലാ മഹാന്മാരെക്കാളും കീർത്തിമാനാക്കുമെന്ന്. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. ദൈവത്തോടൊപ്പം ദൈവം എൻ്റെ കൂടെ നടക്കുമ്പോൾ, ഞാൻ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ ദൈവം എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും. എനിക്കൊരു അനർത്ഥവും വരാത്ത രീതിയിൽ ആ ദൈവം എനിക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ഛേദിച്ചു കളയും. അവൻ എന്നെ ഈ ഭൂമിയിൽ കീർത്തിമാനായി ഉയർത്തും. നമുക്ക് ആ ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം എപ്പോഴും നമ്മുടെ ഒപ്പമുള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നീയാണെല്ലാം നേടിയത് എന്ന് നീ അഹങ്കരിക്കുമ്പോഴും അത് നേടുവാൻ ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് നേടുന്ന സമയത്ത് നിനക്കെതിരെ വന്ന ശത്രുക്കളെയെല്ലാം ആ ദൈവമാണ് തോൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. നീ ഈ ഭൂമിയിൽ ഇപ്പോൾ നേടിയിരിക്കുന്നതെല്ലാം ലഭിക്കുവാനുള്ള കൃപ ദൈവമാണ് നിനക്ക് നൽകിയതെന്ന് ഓർക്കുക. നിന്റെ ബുദ്ധി കൊണ്ട് നേടിയതല്ല. നിന്നെ ആ സ്ഥലത്ത് അപ്പോഴെത്തിച്ചത് കർത്താവാണ്. ലോകസമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബസമാധാനം സമൃദ്ധമായി നിറയുന്നതിന് പ്രാർത്ഥിക്കാം. മക്കൾ എവിടെയായിരുന്നാലും അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവീക സാന്നിധ്യത്തിൽ നിറയുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും കർത്താവായ ദൈവം
തൻ്റെ തിരുഹൃദയത്തിൽ സ്വീകരിച്ചതിന് നന്ദി പറയാം. എൻ്റെ രക്ഷകനും നാഥനും ഏകകർത്താവുമായ സർവാധിപനും സർവശക്തനും പരിശുദ്ധനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.